ഓക്കെ. ഇത് കുറച്ച് നേരത്തെ തന്നെ പറയേണ്ടിയിരുന്ന ഒരു ടോപ്പിക്കാണ് ബൗണ്ടറി ലെയർ തിയറി, അതായത് ബൗണ്ടറി ലെയറിൻ്റെ ഡെഫിനിഷനും മറ്റ് കാര്യങ്ങളുമൊക്കെ. പക്ഷേ അത് പ്രശ്നമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഓൾറെഡി S3-ൽ MOF ഇത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ എന്താണെന്ന് അതൊന്ന് പറയാം. കാരണം യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു 10 മാർക്കിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഡിഫൈൻ ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ വിത്ത് ഫിഗർ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം ഒരു പ്ലേറ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇതൊരു പ്ലേറ്റാണ്. ഇതൊരു പ്ലേറ്റ്. ഇവിടുന്ന് ഒരു ഫ്ലൂയിഡ് ഒഴുകി വരുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി യു ഇൻഫിനിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്, അല്ലാതെ ഇൻഫിനിറ്റ് വെലോസിറ്റി എന്നൊന്നും അല്ല. അപ്പോൾ ഈ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി ഇങ്ങനെ വരെയാണ് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേറ്റിൻ്റെ പുറത്തേക്ക് അങ്ങ് കയറും. പ്ലേറ്റിൻ്റെ പുറത്തേക്ക് കയറുമ്പോഴത്തേക്ക് എന്ത് പറ്റും? നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ആദ്യം സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നോ സ്ലിപ്പ് കണ്ടീഷൻ. നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. അതായത് ഈ വരുന്ന ഫ്ലൂയിഡിന് ഇത്രയും തിക്നെസ്സിൽ ഫ്ലൂയിഡ് വരുന്നുണ്ടെങ്കിൽ ഇതിനെ ഓരോ ലെയറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും തിക്നെസ്സിൽ ഫ്ലൂയിഡ് ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് ഫ്ലൂയിഡ്, അതായത് ഇതിനെ നമുക്ക് n നമ്പർ ഓഫ് ലെയേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഫസ്റ്റ് ലെയർ ഓഫ് ഫ്ലൂയിഡ് വിൽ അഡ്ഹിയർ ഓൺ ദ സർഫസ്. അതായത് ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഈ സർഫസിൽ ഒട്ടിപ്പിടിക്കും. അപ്പം വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഫസ്റ്റ് ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്ലേറ്റിൻ്റെ വെലോസിറ്റി ആയിരിക്കും. പ്ലേറ്റിൻ്റെ വെലോസിറ്റി സീറോ ആയത് കാരണം ഫസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റിയും എന്ത് തന്നെ ആയിരിക്കും? സീറോ തന്നെ ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ ലെയറിനുണ്ടാവുന്നത് ഒരു വളരെ മിനിമം വെലോസിറ്റി ആയിരിക്കും. കാരണം ഈ പ്ലേറ്റിൻ്റെ ഇഫക്റ്റ് കൂടുതൽ ഉണ്ട്. ഇപ്പം ഈ പ്ലേറ്റുമായി ചേർന്ന് വരുന്ന ലെയേഴ്സിന് പ്ലേറ്റിൽ നിന്നുള്ള എഫക്റ്റ് കൂടുതലായത് കാരണം രണ്ടാമത്തെ ലെയറിലും വളരെ മിനിമം വെലോസിറ്റി ആയിരിക്കും. മൂന്നാമത്തെ ലെയർ ആകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഹാവിങ് എ ലിറ്റിൽ ബിറ്റ് വെലോസിറ്റി മോർ ദാൻ ദാറ്റ് ഓഫ് ദ സെക്കൻഡ് വൺ, ബട്ട് ഇറ്റ്സ് എ സ്മോൾ വെലോസിറ്റി. അതും സ്മോൾ ആയിരിക്കും. അങ്ങനെ മേളിലേക്ക് വെർട്ടിക്കലായിട്ട് പോകും തോറും വെലോസിറ്റി കൂടിക്കൂടി വരും. ഒരു പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും വെലോസിറ്റി എന്ന് പറയുന്ന ഫ്രീ സ്ട്രീമിൻ്റെ 99% അച്ചീവ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ എത്തുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ഇല്ല. അതായത് വെലോസിറ്റി സീറോയിൽ നിന്ന് ഫ്രീ സ്ട്രീമിൻ്റെ 99% വരെ അച്ചീവ് ചെയ്യുന്ന ആ ഒരു റീജിയൻ എന്ന് വിളിക്കുന്ന പേരാണ് ബൗണ്ടറി ലെയർ. അപ്പോൾ ബൗണ്ടറി ലെയറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒറ്റ സെൻറ്റൻസിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ്. അതായത് ഇന്ന ഫ്ലോ ഫീൽഡ് വേറെ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എക്സിസ്റ്റ്. ഇതിനെ ബൗണ്ടറി ലെയർ എന്ന് പറയാം. എസ്പെഷ്യലി ഇറ്റ് ഈസ് വെലോസിറ്റി ബൗണ്ടറി ലെയർ ഓർ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ, അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, ശരി. അപ്പം നമുക്ക് അപ്പോൾ ഒരു ബൗണ്ടറി ലെയർ ഞാൻ ഇവിടെ വരച്ചു. ബൗണ്ടറി ലെയർ വരയ്ക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമുക്ക് ഇത് വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പ്രധാനമായിട്ട് 3 റീജിയൻസായിട്ട് ഈ ബൗണ്ടറി ലെയറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് ലാമിനാർ റീജിയനാണ്. അത് കഴിഞ്ഞ് വരുന്നൊരു റീജിയൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ റീജിയനാണ്. അതിനുശേഷം വരുന്നത് ടർബുലൻ്റ് റീജിയനാണ്. അപ്പോൾ നമുക്ക് ഇതൊരു വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു റീജിയൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ 3 റീജിയൻസായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് ലാമിനാർ, അതിനുശേഷം ട്രാൻസിഷൻ, അതിനുശേഷം ടർബുലൻ്റ് റീജിയൻ. ഓക്കെ, ഈ എന്താണ് ലാമിനാർ ഫ്ലോ? അത് നിങ്ങൾ ആദ്യം അറിയണം. ലാമിനാർ ഫ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ലാമിനാർ ഫ്ലോ. അതായത് ഓരോ ലെയറും, അതായത് ഫ്ലൂയിഡിൻ്റെ തിക്നെസ് ഇത്രയാണെന്ന് വയ്ക്കുക. ഇത്രയാണ് തിക്നെസ് എങ്കിൽ അതിനെ നിങ്ങൾ ഓരോ ലെയറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഓരോ ലെയറും കാണപ്പെടുന്നത്. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ സ്പെഷ്യാലിറ്റി? ഈ ഓരോ ലെയറും എന്താണ്? പാരലൽ ടു ഈച്ച് അതറാണ്. ഒരു ലെയർ മറ്റൊരു ലെയറിന് ഓവർലാപ്പ് ചെയ്യുന്നില്ല. അതായത് സിംപ്ലി പറയാൻ പറ്റിക്കഴിഞ്ഞാൽ ഈച്ച് ലെയർ വിൽ ആക്ട് ലൈക്ക് എ ലാമിന. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കാൾഡ് ലാമിനാർ ഫ്ലോ. അതായത് ലാമിന എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ തിൻ ഷീറ്റുകളെ വിളിക്കുന്ന പേരാണ് ലാമിനാസ്. ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് ലാമിനാസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെയർ ഓരോ ഷീറ്റ് പോലെ ആക്ട് ചെയ്യും. ഓരോ ലെയറും ഓരോ ഷീറ്റ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈച്ച് ലെയർ വിൽ ആക്ട് ലൈക്ക് ലാമിന എന്ന് എനിക്ക് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? ഓരോ ലെയറും ഓരോ ലാമിന പോലെ ആക്ടിങ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കാൾഡ് ലാമിനാർ ഫ്ലോ. ഈ ലാമിനാർ ഫ്ലോയിൽ വിസ്കസ് ഇഫക്റ്റുകൾ കൂടുതലാണ്. അതായത് ഫ്രിക്ഷൻ ഇഫക്റ്റ് കൂടുതലായത് കാരണമാണ് ഇവർ പരസ്പരം ഓവർലാപ്പ് ചെയ്യാതെ ഒരു വെൽ ഡിഫൈൻഡ് പാത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. കാരണം മേളോട്ടും താഴോട്ടും തിരിയാൻ പറ്റില്ല, കാരണം ഫ്രിക്ഷണൽ എഫക്ട്സ് കൂടുതലാണ്. ഓക്കെ, അതിനുശേഷം ഇതിങ്ങനെ ലാമിനാറായിട്ടുള്ള സാധനം ഇങ്ങനെ ഒഴുകിയെത്തി ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്കും താഴത്തെ ലെയർ മേളിലേക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാൻ തുടങ്ങും. മേളിലത്തെ ലെയർ താഴേക്ക് ഓവർലാപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ലെയർ ഇങ്ങനെ, അടുത്തൊരു ലെയർ
എയർ ഇങ്ങനെ കയറിപ്പോകും. ഇതെന്ത് ഷേപ്പാണ്? ഇതിന് നമ്മൾ സിക്സാഗ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടർബുലൻ്റ് ഫ്ലോ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇഫ് എ ഫ്ലോ ഇൻ വിച്ച് ഇറ്റ് ഈസ് എന്താണ് ഇറ്റ് ഈസ് വേറെ സിക്സാഗ് മോഷൻ വി ക്യാൻ സി. നമുക്ക് ഒരു സിക്സാഗ് മോഷൻ കാണാൻ പറ്റും. ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൻ്റെ ഒരു സിക്സാഗ് മോഷൻ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് പാത്ത് ഉണ്ടാവില്ല. അതായത് കംപ്ലീറ്റ്ലി ഡിസോർഡേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കും നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതായത് ഫുള്ളി ടർബുലൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്ലോയെ നമ്മൾ വിളിക്കുന്നവരാണ് ടർബുലൻ്റ് ഫ്ലോ. അപ്പോൾ ടർബുലൻ്റ് ഫ്ലോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ ഫ്ലോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഒരു വെൽ ഡിഫൈൻഡ് പാത്തൊന്നും ഉണ്ടാവില്ല. ഈച്ച് പാർട്ടിക്കിൾ ഈസ് ഹാവിങ് എ സിക്സാഗ് മോഷൻ. എന്താണ് ദ ലോവർ ലെയർ വിൽ ഓവർലാപ്പ് ത്രൂ ദ അപ്പർ ലെയർ. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോവും. മൊത്തത്തിൽ ആ ഫ്ലോ എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ബെസ്റ്റ് വാക്കെന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ഫ്ലോ ആയിരിക്കും ടർബുലൻ്റ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് പോകുമ്പോൾ അത് പെട്ടെന്ന് നടക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണം? ഒരു ട്രാൻസിഷൻ വേണം. അതായത് ട്രാൻസിഷൻ റീജിയൻ അറ്റ് വിച്ച് ദ ലാമിനാർ ഫ്ലോ ടെൻസ് ടു ചേഞ്ച് ടു ടർബുലൻറ്റ് ഫ്ലോ. അതായത് അത് ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു റീജിയൻ, ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ റീജിയൻ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഇത് ലാമിനാർ റീജിയൻ ആണ്, ഇത് ട്രാൻസിഷൻ റീജിയൻ ആണ്, ഇത് അങ്ങോട്ട് ടർബുലൻ്റ് റീജിയൻ ആയിരിക്കും. ഓക്കെ, ശരി. ഇനി നമ്മളിവിടുത്തെ വെലോസിറ്റി, ലാമിനാർ റീജിയനിലെ വെലോസിറ്റി പ്രൊഫൈൽ ഞാൻ വരയ്ക്കുകയാണ്. വെലോസിറ്റി പ്രൊഫൈൽ വരച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ലാമിനാർ റീജിയനിലുള്ള വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്തോന്നാണ്? പരാബോളിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് പരാബോളിക്കാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വരയ്ക്കുന്നതിനൊക്കെ മാർക്കുണ്ട്. ഓക്കെ, ശരി. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഇതേപോലെ വെലോസിറ്റി പ്രൊഫൈൽ ഡിഫൈൻ ചെയ്യേണ്ടത് ടർബുലൻ്റ് റീജിയനിലാണ്. ഓക്കെ, ഈ ടർബുലൻ്റ് റീജിയൻ എത്തുമ്പോൾ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇവിടെ പാർട്ടിക്കിൾസ് എല്ലാം സിക്സാഗ് മോഷനിലായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ശരി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടർബുലൻ്റ് റീജിയൻ എത്തുമ്പോഴും പ്ലേറ്റ് സർഫസ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. പ്ലേറ്റ് സർഫസിൽ വരുന്ന ഫസ്റ്റ് ലെയറിന് വെലോസിറ്റി ഇല്ല. സെക്കൻഡ് ലെയറിന് ഒരു മിനിമം വെലോസിറ്റി ആയിരിക്കും. തേർഡ് ലെയറിന് അല്പം കൂടെ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഈ പ്ലേറ്റിന് അടുത്ത് വരുന്ന കുറച്ച് ലെയേഴ്സിന് പ്ലേറ്റിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും, വിസ്കസ് ഇഫക്റ്റ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റിന് അടുത്ത് വരുന്ന കുറച്ച് ലേയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഓർഡേർഡ് ആയിരിക്കും. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈവൻ ഇൻ ദ ടർബുലൻ്റ് റീജിയൻ സം ലേയേഴ്സ് ഓഫ് ഫ്ലൂയിഡ് വിൽ ബി വെൽ ഡിഫൈൻഡ് ആൻഡ് വെൽ ഓർഡേർഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ടർബുലൻ്റ് ഫ്ലോയിലും എന്തോന്നുണ്ട്? ഒരു ലാമിനാർ റീജിയൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലാമിനാർ സബ് ലെയർ. ഓക്കെ, അതായത് ഈവൻ ഇൻ ദ ടർബുലൻ്റ് റീജിയൻ ദർ ഈസ് എ ലാമിനാർ സബ് ലെയർ. കാരണം പ്ലേറ്റിൻ്റെ ഇഫക്റ്റ് കാരണം കുറച്ച് ലെയേഴ്സ് വെൽ ഡിഫൈൻഡ് ആയിട്ടായിരിക്കും ഒഴുകുന്നത്. മനസ്സിലാവുന്നുണ്ട്? അത് കഴിയുമ്പോഴേ വെലോസിറ്റി കൂടുമ്പോഴാണ്, അതിനുശേഷം വെലോസിറ്റി കൂടിയിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? ഒരു സിക്സാഗ് മോഷനിൽ ഒരു ഡിസ്റ്റർബ്ഡ് ഫ്ലോ ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ടർബുലൻ്റ് റീജിയനിലുള്ള വെലോസിറ്റി പ്രൊഫൈൽ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിയും. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് ലോഗരിതമിക് പ്രൊഫൈലാണ് എവിടെ വരുന്നത്? ടർബുലൻ്റ് റീജിയനിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് എഴുതണം. ഓക്കെ, ശരി. അപ്പോൾ ലാമിനാർ റീജിയനിൽ വരുന്ന വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് പരാബോളിക്കും, ടർബുലൻ്റ് റീജിയനിൽ വരുന്ന വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് ലോഗരിതമിക്കുമാണ്. ശരി. ലാമിനാർ സബ് ലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ടർബുലൻ്റ് ഫ്ലോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്ലേറ്റ് ഹാവിങ് 2 edges. One is leading edge and another one is trailing edge. അതിന് 2 എഡ്ജസ് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ലീഡിങ് എഡ്ജാണ്, പിന്നെ ഒന്നെന്ന് പറയുന്നത് ട്രയലിംഗ് എഡ്ജാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ സ്പെഷ്യലായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെലോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്ലോ ലാമിനാറാണോ ടർബുലൻ്റ് ആണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഒരു പ്രത്യേക നമ്പർ ആയിരിക്കും. ഏത് നമ്പർ ആയിരിക്കും? നമുക്കറിയാം, ദാറ്റ് ഈസ് റെനോൾഡ്സ് നമ്പർ അല്ലേ? റെനോൾഡ്സ് number. What is the equation for Reynolds number? rho VL by mu ആയിരിക്കും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരി. ഫോർ എ ഫ്ലാറ്റ് പ്ലേറ്റ്, ഇതൊരു പ്ലേറ്റിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഫോർ എ ഫ്ലാറ്റ് പ്ലേറ്റ് റെയ്നോൾഡ്സ് നമ്പർ അപ് ടു 5 × 10⁵, അതായത് 5 × 10⁵ വരെ ഫ്ലോ ലാമിനാർ ആയിരിക്കും. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 5 × 10⁵ എന്ന് പറയുന്നത് ടർബുലൻറ്റും ആയിരിക്കും.
ഓക്കെ അല്ലേ? ശരി. ഇനി നമുക്ക് ഒരു നിയമവും കൂടെ ഇവിടെ ബാധകമാണ്. അതായത് ഇവിടെ ഒരു ഫ്ലോ ഉണ്ടാകുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ ഉണ്ട് ഇവിടെ അല്ലേ? ഫ്രിക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ? ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തോന്നും ഉണ്ടാവും? ഷിയർ സ്ട്രെസ് ഉണ്ടാവും അല്ലേ? ഷിയർ സ്ട്രെസ് ഉണ്ടാവും. ഷിയർ സ്ട്രെസ്സിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ടോ സീറോ ആണ്. ടോ സീറോ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ റിലേഷൻ ഫോർ ടോ സീറോ? ടോ സീറോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy അറ്റ് y ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, S3 MOF കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഇക്വേഷൻ? ഇതെന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇതെന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ ഷിയർ സ്ട്രെസ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്ത് ഫോഴ്സ് ആയിരിക്കും? ഡ്രാഗ് ഫോഴ്സ് ആയിരിക്കും ബൈ ഏരിയ. അതായത് FD/A എന്ന് നമുക്ക് എഴുതാൻ പറ്റും, FD/A. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഡ്രാഗ് ഫോഴ്സൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഒരു ദിസ് ഈസ് എ ജനറൽ ഔട്ട്ലൈൻ ഫോർ എ ബൗണ്ടറി ലെയർ, എസ്പെഷ്യലി എ ഹൈഡ്രോഡൈനാമിക് ബൗണ്ടറി ലെയർ ഓർ എ വെലോസിറ്റി ബൗണ്ടറി ലെയർ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമ്മൾ പറയുന്നത് തെർമൽ ബൗണ്ടറി ലെയർ എന്താണെന്നാണ്. അതായത് നമ്മൾ വെലോസിറ്റി ബൗണ്ടറി ലെയർ ഓർ സിംപ്ലി ബൗണ്ടറി ലെയർ എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. അതായത് എ റീജിയൻ വേർ എ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എക്സിസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് അനലോഗസ് ടു തെർമൽ ബൗണ്ടറി ലെയർ. ദാറ്റ് ഈസ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് if a region where a temperature gradient exists, we can call it as thermal boundary layer. അത്രയേ ഉള്ളൂ. അതായത് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു വെലോസിറ്റി ബൗണ്ടറി ലെയർ ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരു തെർമൽ ബൗണ്ടറി ലെയർ എന്ന് വെച്ചാൽ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റീജിയനാണ് എന്ന് ഉള്ളത്. ഓക്കെ, അത് നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കാണിക്കുന്നത്. അതായത് ഒരു ഫ്ലൂയിഡ് വരുന്നുണ്ട്, ഇവിടെ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ പറയുന്നുണ്ട്, വെലോസിറ്റിയും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാവിങ് എ ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ ആസ് വെൽ ആസ് എ ഫ്രീ സ്ട്രീം വെലോസിറ്റി, ദാറ്റ് ഈസ് U∞ ആൻഡ് T∞. ഓക്കെ, ഇറ്റ് ഈസ് ഗോയിങ് ഓവർ എ പ്ലേറ്റ്. ഇതൊരു പ്ലേറ്റിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് ആൻഡ് ദ പ്ലേറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ TS ആൻഡ് വി ഹാവ് ടു സേ ദാറ്റ് TS ഈസ് ഗ്രേറ്റർ ദാൻ T∞. അതായത് T∞ കൂടുതലാണ് TS. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് സം ആർബിട്രറി വാല്യൂസ് ടു ദിസ് TS ആൻഡ് T∞. അതായത് പ്ലേറ്റ് ഇപ്പോൾ ഒരു 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരിക്കുന്നു, വരുന്ന ഫ്ലൂയിഡ് 20 ഡിഗ്രിയിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെൻ ദിസ് ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഓവർ ദിസ് പ്ലേറ്റ് എ ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ഹാപ്പൻ. ഒരു ഹീറ്റ് ട്രാൻസ്ഫർ തീർച്ചയായും നടക്കും. കാരണം ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് എപ്പോഴാണ്? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അല്ലേ? ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടെങ്കിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത് അല്ലേ? ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത് അല്ലേ? ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ there are a lot of gradients and corresponding to that gradients some kind of flow will happen. അപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റും there exists a temperature gradient or temperature difference, hence a heat flow will happen. ഒരു ഹീറ്റ് ഫ്ലോ നിർബന്ധമായിട്ട് ഇവിടെ നടക്കണം. ശരി, ഇവിടെ പ്ലേറ്റ് കൂടിയ ടെമ്പറേച്ചറിലും വരുന്ന ഫ്ലൂയിഡ് കുറഞ്ഞ ടെമ്പറേച്ചറിലാണ്. അങ്ങനെയെങ്കിൽ ഈ പ്ലേറ്റിൽ നിന്നും ഫ്ലൂയിഡിലേക്ക് ഹീറ്റ് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ഹീറ്റ് ഒഴുകും. ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അകത്ത് മേളിലെത്തുമ്പോഴത്തേക്കും ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 99% ഓഫ് ഫ്രീ സ്ട്രീം ആവും. അതുവരെയുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റീജിയനാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, നമ്മൾ തെർമൽ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൊഫൈൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ തൊട്ട് മുമ്പ് വെലോസിറ്റി ബൗണ്ടറി ലെയർ കണ്ടതിൻ്റെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രൊഫൈലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ അവിടെ കണ്ടതിൻ്റെ ഏകദേശം ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്രൊഫൈല്. ഓക്കെ, ശരി. ഇനി അടുത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ കേസിൽ റെനോൾഡ്സ് നമ്പർ പറഞ്ഞ പോലെ ഇവിടെയും പ്രിഡോമിനൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് പ്രാൻഡൽ നമ്പർ. പ്രാൻഡൽ നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് നമ്പർ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി to thermal diffusivity. അപ്പോൾ പ്രാൻഡൽ നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് നമ്പർ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് കൈനമാറ്റിക് വിസ്കോസിറ്റി ടു തെർമൽ
ഡിഫ്യൂസിവിറ്റി. ഈ കൈനാമാറ്റിക് വിസ്കോസിറ്റിയെ മറ്റൊരു പേരിൽ നമ്മൾ പറയും മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി എന്നും പറയും കേട്ടോ. മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ ഞാൻ പറയാം, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി ടു തെർമൽ ഡിഫ്യൂസിവിറ്റി. ഇതിനെ സിംബലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ കൈനാമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂ എന്നാണ് കൈനാമാറ്റിക് വിസ്കോസിറ്റി ബൈ തെർമൽ ഡിഫ്യൂസിവിറ്റി ആൽഫയാണ്. ഇത് നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ ആ 3 ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾ K ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു റോ സി പി ബൈ കെ, അല്ലെന്നുണ്ടെങ്കിൽ 1 ആൽഫ ഇൻറ്റു ഡോ ടി ബൈ ഡോ ടോ എന്നൊക്കെ നിങ്ങളവിടെ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. ആ ആൽഫ തന്നെയാണ് ഈ ആൽഫ. ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്നാണ് കേട്ടോ. ശരി, ഓക്കെ, നമ്മൾ ഇത് എഴുതി. ഇനി ഇതിനെ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും നോക്കാം. പ്രാൻഡൽ നമ്പറിൻ്റെ വാല്യൂ, ഇഫ് ദ വാല്യൂ ഓഫ് പ്രാൻഡൽ നമ്പർ ഈസ് ഈക്വൽ ടു 1, പ്രാൻഡൽ നമ്പറിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റിയും തെർമൽ ഡിഫ്യൂസിവിറ്റിയും തുല്യം എന്നാണ് അർത്ഥം അല്ലേ. മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി ബൗണ്ടറി ലെയർ ആൻഡ് തെർമൽ ഡിഫ്യൂസിവിറ്റി സ്റ്റാൻഡ്സ് ഫോർ തെർമൽ ബൗണ്ടറി ലെയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബോത്ത് തെർമൽ ബൗണ്ടറി ലെയർ and velocity boundary layer are equal എന്ന് എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ വാല്യൂ ഓഫ് പ്രാൻഡൽ നമ്പർ ലെസ് ദാൻ 1. പ്രാൻഡൽ നമ്പറിൻ്റെ വാല്യൂ 1 കുറവാണെങ്കിലോ, 1 കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ കൂടുതലെന്നാണ് അർത്ഥം അല്ലേ. 1 കുറവെങ്കിൽ ന്യൂമറേറ്റർ കുറവും ഡിനോമിനേറ്റർ കൂടുതലും എന്നാണ് അല്ലേ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് തെർമൽ ഡിഫ്യൂസിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഏത് കൂടുതൽ എന്ന് പറയേണ്ടി വരും? തെർമൽ ബൗണ്ടറി ലെയർ is dominating over velocity boundary layer ഇങ്ങനെ പറയേണ്ടി വരും. ഓക്കെ, then what happens if the value of Prandtl number is greater than 1? 1 കൂടുതലാണ് Prandtl നമ്പറിൻ്റെ വാല്യൂ സൂചിപ്പിക്കുന്നത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും എന്നാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റിയാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെലോസിറ്റി ബൗണ്ടറി ലെയർ is dominating over thermal boundary layer. ഓക്കെ അല്ലേ. ശരി, ഇനി ഈ പ്രാൻഡൽ നമ്പറിനെ എനിക്ക് ഒന്നുകൂടെ എനിക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മ്യൂ ബൈ റോ എന്നാണ് അല്ലേ. അതായത് ന്യൂ എന്ന് പറയുന്ന കൈനാമാറ്റിക് വിസ്കോസിറ്റി ഇറ്റ് ഈസ് ഗിവൺ ബൈ ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി അല്ലേ, ഇൻറ്റു 1 വാട്ട് ഈസ് ആൽഫ? നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചില്ല. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? റോ സി പി ബൈ കെ എന്നാണ്. സോറി, കെ ബൈ റോ സി പി എന്നാണ് അല്ലേ. കെ ബൈ റോ സി പി. അപ്പോൾ റോ സി പി മേളിൽ എഴുതാം. റോയും ക്യാൻസൽ ഈസ് ഈക്വൽ ടു mu cp by k. So this is a basic equation for Prandtl number. So what is the basic equation for Prandtl number? Mu cp by k. ഇനി മുതൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെലോസിറ്റി ബൗണ്ടറി ലെയർ ആൻഡ് തെർമൽ ബൗണ്ടറി ലെയർ എന്നാണെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വിത്ത് സ്കെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് മുഴുവൻ മാർക്ക് നേടിയെടുക്കാവുന്നതാണ്.